ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നഴ്സുമാർക്ക് കുറച്ച് ഹ്യൂജ് വാക്കൻസീസുമായിട്ടാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടാണ് വാക്കൻസീസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഖത്തറിലോട്ടും പിന്നെ സൗദിയിലോട്ടുമാണ് ഈ വാക്കൻസീസ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിനകത്ത് ഖത്തറിലോട്ട് ഹമദ് ഹോസ്പിറ്റലിലോട്ടാണ് വാക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഹമദ് ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാമായിരിക്കും. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് സെറ്റിലാകാൻ താല്പര്യമുള്ളവർ ഈ ജോബിന് അപ്ലൈ ചെയ്യുക. ഏതാണ്ടും ഓൾമോസ്റ്റ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് ഈ വാക്കൻസീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി ഡിഫൻസ് ഹോസ്പിറ്റലിലോട്ടും കുറേ വാക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഉറപ്പായിട്ടും ഹെൽപ്പ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഹെൽപ്പ് ആവുകയാണെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിൻ, നിങ്ങളുടെ സ്വന്തം മാറൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2 ഹോസ്പിറ്റൽ വാക്കൻസീസ് ആണ്. നമുക്ക് ആദ്യം ഖത്തർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വാക്കൻസീസ് നോക്കാം. അതായത് ഹമദ് ഹോസ്പിറ്റലിലോട്ടാണ് ഈ വാക്കൻസീസ് വന്നിട്ടുള്ളത്. നമ്മുടെ സ്റ്റാഫ് നേഴ്സ് വാക്കൻസീസ് ആണ്. BSc നഴ്സിംഗ് ആണ് അവരുടെ ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 3 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് കേട്ടോ. 3 ഇയർ എക്സ്പീരിയൻസ് പോസ്റ്റ് രജിസ്ട്രേഷൻ, അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം 3 ഇയർ എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ ഗ്യാപ്പ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. കണ്ടിന്യൂസ് 3 ഇയർ എക്സ്പീരിയൻസ് ആണ്. സ്റ്റിൽ വർക്കിംഗ് ആയിരിക്കണം. അപ്പോൾ ഈ 3 ഇയർ എക്സ്പീരിയൻസ് ഞാൻ ഇനി പറയാൻ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സിലായിരിക്കണം കേട്ടോ എക്സ്പീരിയൻസ് വേണ്ടത്. അപ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ഡയാലിസിസ് ചോദിച്ചിട്ടുണ്ട്, ന്യൂറോ സർജറി, സൈക്കാട്രിക്, OBG, കാർഡിയോളജി, കാർഡിയാക് OR, OBG ER, OBG ICU, കാർഡിയാക് സർജറി, കാർഡിയാക് ICU, കാർഡിയാക് ക്രിട്ടിക്കൽ മെഡിക്കൽ, OBG ഇൻപേഷ്യൻ്റ്. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ടാണ് വാക്കൻസീസ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അത്യാവശ്യം ഓൾമോസ്റ്റ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ എത്രയും വേഗം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ നോക്കുക. നമ്മുടെ എല്ലാ നഴ്സുമാരുടെ ഒരു സ്വപ്നമാണല്ലേ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, അത് ഖത്തർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് ഹമദ് ഹോസ്പിറ്റലിലോട്ടൊരു നല്ലൊരു ജോബ് കിട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം അവർ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലിക്ക് ഒരു പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരു കൺട്രിയും കൂടിയാണ്. അപ്പോൾ എത്രയും വേഗം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ നോക്കാം. നമുക്കിനി അടുത്തൊരു വാക്കൻസി നോക്കാം. സൗദിയിലോട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ വാക്കൻസീസ് ആണ്. ആ ഹോസ്പിറ്റൽ നെയിം കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്റർ ആണ്. ഇത് റിയാദിലാണ് ഈ വാക്കൻസീസ് വന്നിട്ടുള്ളത്. സ്റ്റാഫ് നഴ്സസിന് ഇതിലും ഹ്യൂജ് വാക്കൻസീസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അവർ ചോദിച്ചേക്കുന്ന ക്വാളിഫിക്കേഷൻ BSc നേഴ്സാണ്. അതുപോലെ തന്നെ 2 ഇയർ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടാവണം കേട്ടോ. ഈ ജോബിന് എക്സ്പീരിയൻസ് നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ വേണ്ടത്. ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിൽ വർക്കിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൺട്രി ഓഫ് ഒറിജിൻ, അതായത് നമ്മളിപ്പോൾ എവിടെയാണോ, നാട്ടിൽ എവിടെയാണോ, ഏത് സ്റ്റേറ്റിലാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ രജിസ്ട്രേഷൻ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. നമ്മളിനി നോക്കാൻ പോകുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ഈ വാക്കൻസീസ് വന്നിട്ടുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് ആദ്യമായിട്ട് ഇൻഫ്യൂഷൻ സെൻറ്റർ, അതായത് നമുക്ക് ഈ ഇൻഫ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഇത് മീൻസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മെഡിസിൻ സെക്ഷന്, അഡൾട്ട് എമർജൻസി സെക്ഷന്, അതുപോലെ തന്നെ ന്യൂറോ വാസ്കുലർ സ്റ്റെപ്പ് ഡൗൺ സെക്ഷൻ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് സെക്ഷൻ, അതുപോലെ തന്നെ ഓപ്പറേഷൻ റൂം, അതുപോലെ തന്നെ മെഡിക്കൽ ഓൺകോളജി യൂണിറ്റ്, ലിവർ ക്ലിനിക്ക്. ഇതിനകത്ത് ഈ മെഡിസിൻ സെക്ഷൻ, അതുപോലെ തന്നെ ഇൻഫ്യൂഷൻ സെൻറ്റർ, അഡൾട്ട് എമർജൻസി സെക്ഷൻ, ന്യൂറോ വാസ്കുലർ സ്റ്റെപ്പ് ഡൗൺ സെക്ഷൻ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് സെക്ഷൻ, ഓപ്പറേഷൻ റൂം, ഈ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള വാക്കൻസീസ് നമുക്ക് സെപ്റ്റംബർ 28 വരെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മെഡിക്കൽ ഓൺകോളജി യൂണിറ്റും പിന്നെ ലിവർ ക്ലിനിക്കും നമുക്ക് ഈ മാസം 25 എൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ മെഡിക്കൽ ഓൺകോളജി യൂണിറ്റും ലിവർ ക്ലിനിക്കും നമുക്ക് 25 ഓഗസ്റ്റ് ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഖത്തർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വാക്കൻസീസ് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസും ഇമെയിലും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഈ സൗദി ഗവൺമെൻറ് ഹോസ്പിറ്റൽ വാക്കൻസീസ് ഇത് നിങ്ങൾ ഡയറക്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ ഈ ഹോസ്പിറ്റൽ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തേക്കുന്ന വാക്കൻസീസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഏജൻസീസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളത് ഡയറക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ സൗദി വാക്കൻസീസ് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഹോസ്പിറ്റൽ നെയിം എൻ്റർ ചെയ്യുക. അതായത് കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വെബ് പേജ് ഓപ്പൺ ആകും. വെബ് പേജ് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് തന്നെ വാക്കൻസി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ വാക്കൻസി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സ്റ്റാഫ് നഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റ് സൈഡിൽ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും
നെക്സ്റ്റ് പേജ് അപ്ലൈ ജോബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി വേറെ രീതിയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് ഈ ഹോസ്പിറ്റൽ അത് ബ്രൗസറിനകത്ത് നമ്മുടെ ഈ ഹോസ്പിറ്റൽ നെയിം എൻ്റർ ചെയ്തതിന് ശേഷം അവരുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് കയറിയതിന് ശേഷം ലെഫ്റ്റ് സൈഡ് ഒരു 3 ലൈൻ ഉണ്ടാവും. ആ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ കരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് അവൈലബിൾ ജോബ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു പേജ് വരുന്നതായിരിക്കും. ഈ നെക്സ്റ്റ് പേജ് ഈ അവൈലബിൾ ജോബിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ജോബ് ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ 2 രീതിയിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എത്രയും വേഗം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. എനിക്ക് ടൈം കിട്ടുന്നത് പോലെ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലുള്ള നല്ല ജെന്യൂനായിട്ടുള്ള ഫ്രഷ് വാക്കൻസീസ് ഒക്കെ ഞാൻ ഇനി വരും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതുപോലൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.